ഹലോ വെൽക്കം ബാക്ക് ടു ടീം ആൻഡ്രൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടിഎയുടെ റാലിക്ക് പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സിനെ കുറിച്ചിട്ടാണ്. ഈ ഒരു ഡോക്യുമെന്റ്സിൽ ഒരെണ്ണം പോലും മിസ്സാവാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ ആണ്. അതായത് ഇത്രയും ബറ്റാലിയൻ ചേർന്നിട്ടാണ് നിങ്ങളുടെ റാലി കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ എല്ലാവരും കയറി കാണുക. സോ ഇത്രയും ബറ്റാലിയൻ ചേർന്നിട്ടാണ് നിങ്ങളുടെ റാലി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇത് നിങ്ങളുടെ വേക്കൻസി ഡീറ്റെയിൽസ് ആണ്. ഇതിന്റെ ഒരു ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട്, അതായത് വേക്കൻസിയെ കുറിച്ചിട്ടും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും വേക്കൻസി ആണ് വരുന്നത്. ഇനി നമുക്ക് നോക്കാം നിങ്ങൾ കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന്. സോ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ഫസ്റ്റ് വരുന്നത് എന്താണ്? നിങ്ങളുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ആണ്. ബർത്ത് സർട്ടിഫിക്കറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മിസ്സായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ 10th ഒറിജിനൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് അവിടെ പ്രൂവ് ചെയ്യാവുന്നതാണ്. സോ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിനുശേഷം വരുന്നത് ക്ലാസ് 10th അല്ലെങ്കിൽ 8th മാർക്ക് ഷീറ്റ് ആണ് വരുന്നത്. അതുപോലെ തന്നെ പാസിംഗ് സർട്ടിഫിക്കറ്റ്, ഇതിൻ്റെ മാർക്ക് ഷീറ്റ് നിങ്ങൾ കൊണ്ടുപോകേണ്ടതാണ്. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങളുടെ സ്ഥിര താമസം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. സോ ഇത് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അതിനുശേഷം വരുന്നത് നിങ്ങളുടെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ്. അതായത് നിങ്ങളുടെ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, 6 മാസത്തിൽ പുതുക്കിയതായിരിക്കണം. നിങ്ങളുടെ നോട്ടിഫിക്കേഷനിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് എന്താ, 6 മാസത്തിൽ പുതുക്കിയ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് ആണ്, നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. സോ നിങ്ങളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിട്ട് കൊണ്ടുപോയിരിക്കേണ്ട ഒന്നാണ്. അതുപോലെ വരുന്നത് മാരിറ്റൽ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ്, ഇത് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. അതുപോലെ നിങ്ങൾ എന്തെങ്കിലും സ്പോർട്സ് പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്പോർട്സിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. ഓക്കെ, അത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ പാൻ കാർഡ് ആൻഡ് ആധാർ കാർഡാണ്. ഇത് രണ്ടും മസ്റ്റ് ആയിട്ട് നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. പാൻ കാർഡും ആധാർ കാർഡും നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യേണ്ടതാണ്. സോ നെക്സ്റ്റ് വരുന്നത് 20 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, 20 എണ്ണം നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. നിങ്ങൾ റീസെൻ്റ് ആയിട്ട് എടുത്ത 20 പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അതുപോലെ തന്നെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, 20 പാസ്പോർട്ട് സൈസ് ഫോട്ടോസും എന്താ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ 3 മാസത്തിനുള്ളിൽ, അതായത് നിങ്ങൾ റീസെൻ്റ് ആയിട്ട് എടുത്ത ഫോട്ടോസ്, 3 മാസത്തിനുള്ളിൽ എടുത്ത ഫോട്ടോസ് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത്രയാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് വരുന്നത്. അതുപോലെ തന്നെ ഫൈനലായിട്ട് വരുന്നത് നിങ്ങളുടെ PCC, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. 6 മാസത്തിനുള്ളിലെ സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ അവിടെ പ്രൂവ് ചെയ്യാനായിട്ട്. 6 മാസത്തിനുള്ളിൽ എടുത്ത പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഇത്രയും ഡോക്യുമെന്റ്സ് മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് ടിഎ റാലിക്ക് പോകുമ്പോൾ കൊണ്ടുപോയിരിക്കണം. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടാറ്റു, നിങ്ങളുടെ ബോഡിയിൽ എവിടെയെങ്കിലും ടാറ്റു അടിച്ചിട്ടുണ്ടെങ്കിൽ, ടാറ്റു നിങ്ങൾ മസ്റ്റായിട്ട് റിമൂവ് ചെയ്തിട്ട് വേണം ഈ ഒരു റാലി അറ്റൻഡ് ചെയ്യാനായിട്ട്. ടാറ്റു അടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടാറ്റു, അതായത് ഇതിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. നിങ്ങളുടെ ബോഡിയിൽ എവിടെയാണോ ടാറ്റു അടിച്ചിട്ടുള്ളത്, അതായത് ടാറ്റു എവിടെയാണോ ഉള്ളത്, അതെന്താണ്, അത് പ്രൂവ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ കൊണ്ടുപോയിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് നിങ്ങളുടെ ടാറ്റുവിൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. ടാറ്റു നിങ്ങളുടെ ബോഡിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെവിടെയാണ്, അതുപോലെ തന്നെ സൈസ്, കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്താണ് ഈ ഒരു സർട്ടിഫിക്കറ്റും അവിടെ കൊടുക്കാനായിട്ട്. ഓക്കെ, അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇനി നെക്സ്റ്റ് വരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് ആണ്. സോ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ എന്താണ് ഫില്ല് ചെയ്തിട്ട് വേണം നിങ്ങൾ ടിഎ റാലിക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡോക്യുമെന്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം മിസ്സായിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്താണ് റിജക്റ്റ് ആവാൻ ചാൻസ് ഉള്ളതാണ്. സോ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. മസ്റ്റായിട്ട് എന്താണ് ഈ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. അപ്പോൾ ഇത്രയുമാണ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ കൊണ്ടുപോയിരിക്കണം. നിങ്ങൾക്കായിട്ട് നമ്മുടെ ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയിൽ ടിഎ റാലിയുടെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോഴ്സിൻ്റെ ഫീ വരുന്നത് ജസ്റ്റ് 2500 രൂപയാണ്. ഓൺലൈനായിട്ട് വരുമ്പോൾ കോഴ്സിൻ്റെ ഫീ വരുന്നത് 2500 രൂപയാണ്. അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ വീക്ക്ലി 6 days ക്ലാസ്സസ് ഉണ്ട്. റിവിഷൻ ക്ലാസ്
ക്ലാസ്സസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ലൈവ് സെക്ഷൻ കാണാൻ കഴിയാത്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ റെക്കോർഡഡ് സെക്ഷൻ ആയിട്ട് ക്ലാസ്സസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡെയിലി പ്രാക്ടീസ് പേപ്പർ ആൻഡ് മോക്ക് ടെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. സോ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അല്ലെങ്കിൽ അഡ്മിഷൻ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് നമ്മുടെ ടെലഗ്രാം ചാനൽ. നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് എല്ലാം ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ PDF പുതിയ ഇമ്പോർട്ടൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ PDFs എല്ലാം നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴി ലഭിക്കുന്നതായിരിക്കും. സോ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ എല്ലാവരും ഫോളോ ചെയ്യുക. ആൻഡ്രൻ ആർമി നേവി SSC RRB അക്കാഡമി എന്നാണ് ടെലഗ്രാം ചാനലിൻ്റെ പേര്. ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മുടെ വാട്സപ്പ് ചാനലാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമി എന്നാണ് വാട്സപ്പ് ചാനലിൻ്റെ പേര്. സോ ഈ ഒരു ചാനൽ വഴിയും നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള PDF പുതിയ നോട്ടിഫിക്കേഷൻ്റെ PDF അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് ലൈവിൻ്റെ അപ്ഡേറ്റ്സ് ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സ് ഫ്രീ ആയിട്ട് മോക്ക് ടെസ്റ്റ് നിങ്ങൾ ഇതിലൂടെ അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ കുറിച്ചോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ്രൻ ഡിഫൻസ് അക്കാഡമിയുടെ ഓഫീസ് നമ്പറാണ്. ഈ ഒരു നമ്പർ നിങ്ങൾക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. സോ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് അടങ്ങുന്ന ഒരു വീഡിയോ ആണ്. ഫസ്റ്റ് ആയിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുക. ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. റീചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഇതുപോലൊരു വീഡിയോ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.